ഹലോ ഗൈസ്, കുഞ്ഞാറ്റാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാരഥി, അതിൻ്റെ കൂടെ നമ്മുടെ കാശിനാഥൻ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അച്ചാച്ചി കൂടെയുണ്ട്. അച്ചാച്ചി ഫ്രണ്ട് സീറ്റ് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സും പിന്നെ കസിൻസ് എല്ലാവരുടെ ബാക്ക് സീറ്റ് മുൻപേ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് ആ സീറ്റ് നമുക്ക് തന്നു. കൂടെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് വളരെ നന്നായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും. വലിയവർക്ക് വലിയ സന്തോഷം തോന്നുന്നില്ലെങ്കിലും അവരുടെ ഹാപ്പിയല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വല്ലപ്പോഴും ഇങ്ങനെ പോകുന്നത് അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അല്ലാതെ അവർ വലുതായതിന് ശേഷം അവരെ കൊണ്ടുപോകുന്നതിനെക്കാട്ടിയും ഈ പ്രായത്തിലാണ് അവരെല്ലാവരും ഒത്തുപോകുന്നതായിരിക്കും എനിക്ക് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വൈബായിരുന്നു. ഡാൻസും പാട്ടും. അതാണ് നമ്മുടെ നന്ദൂട്ടി ഉണ്ടോ, നന്ദൂട്ടി ഭയങ്കര ഡാൻസായിരുന്നു. നന്ദൂട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബീച്ചിൽ അവൾക്ക് വെള്ളമാണ് ഭയങ്കര ഇഷ്ടം. ബീച്ചിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയത്. അങ്ങനെ എല്ലാവരും കളിക്കുന്നുണ്ട്. പക്ഷേ ദേവുവിന് ആദ്യം കളിക്കാൻ പറഞ്ഞപ്പോൾ ദേവുവിനൊരു അസ്വസ്ഥത പോലെ വന്നു. ആ പിങ്ക് ഇട്ടതാണ് നമ്മുടെ ദേവൂട്ടി. അവൾക്ക് കളിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ആദ്യം കളിച്ചു. പക്ഷേ അവസാനം അവളായിരുന്നു ഗൈസ് ഭയങ്കര കളി. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ആദ്യം നമ്മൾ പോകാൻ തീരുമാനിച്ചിരുന്നത് ഒരു അമ്പലത്തിലായിരുന്നു. തിരുമലക്കോവിൽ എന്ന് പറയുന്ന അമ്പലത്തിലായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്ത് ബസ്സിൽ പാട്ടിട്ട സമയത്തുള്ളതാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ പോകേണ്ട ആദ്യത്തെ സ്ഥലമാണ് തിരുമലക്കോവിൽ. അങ്ങനെ അതിൻ്റെ ബോർഡൊക്കെ നമ്മളൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് താഴോട്ട് എടുക്കുന്ന വ്യൂ ഉണ്ട് ഗൈസ്. അതെന്ത് ഭംഗിയാണെന്നറിയാമോ. നമ്മളെ വണ്ടിയിലല്ല അവർ കൊണ്ടുപോകണം. നമ്മൾ താഴാണ്ട കാണുന്നില്ലേ, അവിടെയാണ് നമ്മൾ ബസ് പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നമ്മളെ വേറൊരു ബസ്സിൽ ഒരാൾക്ക് 10 രൂപ വെച്ചേ ഉള്ളൂ. വേറെ ബസ്സിൽ നമ്മളെ മുകളിൽ കൊണ്ടാക്കും. അങ്ങനെ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ആ ഒരു ബസ്സിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പേര് ആദ്യം കയറിപ്പോയി. അവരെടുത്ത വ്യൂ ആണ്. അവിടെ എത്ര നമ്മളൊരു പടം വരച്ച് വെച്ചതുപോലെ തോന്നും. നമ്മൾ എത്ര എടുത്താലും മതി വരാത്തത്ര വ്യൂസാണ് അവിടെ കൂടുതലും ഉള്ളത്. ഇതൊക്കെ ആദ്യം കയറി വന്ന വണ്ടിയാണ്. പിന്നെ അങ്ങോട്ട് വണ്ടിയൊന്നും കടത്തി വിട്ടില്ല. പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ലതാണ് അവിടെ. എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അവിടെ പോകണം, തിരുമലക്കോവിൽ. പിന്നെ നമ്മൾ പോയത് ഈ കാണുന്നത് അന്യൻ പാറ എന്ന് പറയുന്നതാണ്. ആ പേര് വരാൻ തന്നെ കാരണം അന്യൻ സിനിമയുടെ ഷൂട്ട് അവിടെ എടുത്തതിനാലാണ് അന്യൻ പാറ എന്ന്. അവിടെ ഒരുപാട് റീലുകളൊക്കെ നമ്മൾ എടുക്കുകയാണ്. നല്ലൊരു ആമ്പൽക്കുളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നെല്ല് പഴുത്ത് കിടക്കും. നല്ല രസമാണ്. ഈ പാറയിൽ നിന്നാണ് അന്യൻ്റെ ഷൂട്ട് എടുത്തത്. ആ പാട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കസിൻസ് എല്ലാം അവിടെ മൊത്തം ഓടി കളിക്കുന്നുണ്ട്. ആ അവിടെ നല്ല വ്യൂസാണ് എടുക്കാനൊക്കെ, ഫോട്ടോസ് എടുക്കാനായാലും. പിന്നീട് നമ്മൾ ഫേമസ് ആയിട്ടുള്ള സ്ഥലം കുറ്റാലത്തോട്ടാണ് പോയത്. അവിടെ നല്ല കടകളുണ്ട് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ. വിലക്കുറവൊന്നുമല്ല, പക്ഷേ നല്ല ഐറ്റംസ്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. പൊട്ടറ്റോ ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് കണക്കത്തെ നല്ല ഡബിൾ സൈഡും ഒരുപാട് കടകളുണ്ട്. അതും കഴിഞ്ഞോണം നമ്മൾ ആ വാട്ടർഫാളിലോട്ട് പോകാനുള്ളത്. നല്ല ഭംഗിയാണ്. പക്ഷേ കുറ്റാലത്ത് ഞാൻ പണ്ട് പോയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളാരും അവിടെ പോയിട്ടില്ല. അവർ നല്ല അവിടെ കുളിച്ച് രസിച്ച് ആർത്തുല്ലസിക്കാമെന്ന് പറഞ്ഞ് പോയാണ്ട് നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വാട്ടർഫാൾ വരണതാണ്. പക്ഷേ അതിൻ്റെ ചുറ്റിനും പിടിച്ച് കെട്ടിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു അവിടെ. ലേഡീസിന് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു വിധമെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വെള്ളം നനയ്ക്കാൻ വേണ്ടിയെങ്കിലും അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ കുറച്ച് സ്ഥലം പോലും ഇവിടെ ബാക്കിയില്ല. എല്ലാം ജെൻറ്റിൽസ് ആയിരുന്നു അവിടെ. അവർ കുളിക്കാനും എല്ലാത്തിനും. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ വിഷമമായാണ് അവർ തിരിച്ചു വന്നത്. പിന്നീട് നമ്മൾ ഡാമിലോട്ടാണ് വന്നത്. തെന്മല ഡാമിൻ്റെ മറ്റൊരു പേരാണ് പാപ്പയാർ ഡാം. അതിലോട്ടാണ് വന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി. പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതായാലും അതെല്ലാം. പക്ഷേ ഇപ്പം നമ്മൾ പോയപ്പോൾ ഡാമിൽ ഒരുപാട് വെള്ളം കുറവായിരുന്നു. ഇതാണ് ഡാമിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോകുന്ന വഴി, ഏറ്റവും മുകൾ ഭാഗം. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഇനി മുകളിൽ വന്നു. അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലാവരും വന്നില്ല. നമ്മുടെ പ്രായമുള്ള അമ്മമാരൊന്നും വന്നില്ല. നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവരവിടെ നിന്നു. അതുകൊണ്ട് ഡാമിന് മുകളിലേക്കുള്ള വഴിയിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. കുരങ്ങന്മാർ ശല്യം ഉണ്ടായിരുന്നു. അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്.
ഡാമിന് മുകളിലാണ്ട് ഡാമിൻ്റെ ആ സൈഡ് ഡാം കാണാത്ത കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി ഇതെന്താണ് സംഭവം, അങ്ങനെ ഇങ്ങനെ. അങ്ങനെ നമുക്കറിയാവുന്നതുപോലെ നമ്മളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നല്ല ഭംഗിയായിരുന്നു നടന്നു പോവാനായാലും എല്ലാത്തിനും. ഒരു ഗ്രാമ സൗന്ദര്യം ഉള്ള ഒരു വഴിയായിരുന്നു അതിലൂടെ. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിരുന്നു. നല്ല കാറ്റും ചൂടേ അനുഭവപ്പെട്ടില്ല, കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു.